ഗുരുവിന് സ്വപ്നദർശനം ഉണ്ടാകുകയും താൻ പഠിച്ച കളരിയിൽ തന്നെ ക്ഷേത്രം പണിതാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പ്ലാനും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും. ശബരിമല അയ്യപ്പൻ കളരിപ്പയറ്റ് പഠിക്കാൻ വന്നപ്പോൾ താമസിച്ചിരുന്ന വീടാണ്. കളരി ഗുരുക്കളുടെ മകളാണ് മാളികപ്പുറത്തമ്മ. വെച്ചാൽ മാളികപ്പുറത്തമ്മയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറഞ്ഞാൽ ലളിതാംബിക. നമുക്കിവിടെ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന അരക്കച്ച, അയ്യപ്പന്റെ ഉടവാള് എല്ലാം നമ്മൾ അറക്കകത്തിരിപ്പുണ്ട്. എല്ലുകിഴി കത്തിക്കുക, നീരാഞ്ജന ദീപം ഏറ്റുക. ഇവിടെ നീരാഞ്ജന ദീപം വയ്ക്കുമ്പോൾ നാളികേരം ആ നീരാഞ്ജന ദീപം കത്തിത്തീരുന്നവരെ ഭഗവാന്റെ നാമം ജപിച്ച് ഇവിടെ ഇരിക്കുന്നവരെല്ലാം അങ്ങനെ ഇരിക്കുന്നവരാണ്. കേരളത്തിന്റെ പൈതൃകങ്ങളും അതുപോലെ പരമ്പരാഗതമായ കുറെ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. ഒരുപാട് കാലത്തെ മാറ്റങ്ങളും പരിണാമങ്ങളും ഓരോ ക്ഷേത്രങ്ങൾക്കും പറയാനുണ്ടാകും. ഞാൻ ഇന്ന് നിൽക്കുന്നത് അത്തരത്തിലുള്ളൊരു ക്ഷേത്രമാണ്, മുക്കാൽവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം പറയാനുണ്ട്. നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം. ഹരിഹരാത്മജനാമയ്യനയ്യപ്പ, ശ്രിതജനപ്രിയനാമെന്റെ അയ്യപ്പ, വരദാന പ്രഭുനി എന്നിലയ്യപ്പ, അന്നദാന പ്രഭു അയ്യനയ്യപ്പ, അന്നദാന പ്രഭു അയ്യനയ്യപ്പ. മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെ സ്ത്രീരൂപമായ മോഹിനിയുടെയും മകനായ ധർമ്മശാസ്താവിന്റെ അവതാരമാണ് അയ്യപ്പൻ. ഓരോ ദേശത്തിനും ഓരോ ശാസ്താസങ്കല്പം ഉണ്ടായിരിക്കും. ദേശദൈവം, കുലദൈവം, കാവൽ ദൈവം എന്നീ രീതിയിൽ അയ്യപ്പനെ ആരാധിച്ചു വരുന്നു. നാടിനെ കാത്തുരക്ഷിക്കുന്ന മൂർത്തിയാണ് ശാസ്താവ്. കേരളത്തിലും ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഹൈന്ദവ സങ്കല്പത്തിലെ അഭയവരദായകൻ കൂടിയാണ് ശ്രീ അയ്യപ്പൻ എന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അനേകം അയ്യപ്പ ക്ഷേത്രങ്ങൾ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അങ്ങനെ അനേകായിരം ക്ഷേത്ര സഞ്ചയങ്ങളിൽപ്പെട്ട ഒന്നാണ് മുഹമ്മ മുക്കാൽവട്ടം അയ്യപ്പ ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ മുഹമ്മയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. കലികാല കന്മഷമകറ്റുന്ന ദേവാ, കലിയുഗ വരദാ കൈതൊഴുന്നേ. കലികാല കന്മഷമകറ്റുന്ന ദേവാ, കലിയുഗ വരദാ കൈതൊഴുന്നേ. ചീരപ്പൻചിറ തറവാടാണ് മുക്കാൽവട്ടം അയ്യപ്പ ക്ഷേത്രം നിർമ്മിച്ചത്. കളരി ഗുരുവിന് വേണ്ടി ആശ്രമത്തിനടുത്ത് ക്ഷേത്രം പണിയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഭഗവാൻ തന്നെ ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായ അയ്യപ്പനെ കൂടാതെ ഉപദേവതാ സങ്കല്പത്തിൽ മഹാദേവൻ, പാർവതി, അന്നപൂർണേശ്വരി, മാളികപ്പുറം, ഗണപതി, സർപ്പദൈവകൾ എന്നിവയുമുണ്ട്. ഇതുവരെ പ്രായമായവരും ശബരിമലയിൽ തീർത്ഥാടനം നടത്തുവാൻ കഴിയാത്ത സ്ത്രീകളും ഈ ക്ഷേത്രത്തിൽ എത്തുന്നു. കാരണം മുക്കാൽവട്ടത്ത് ദർശനം നടത്തുന്നതിലൂടെ അയ്യപ്പൻ ശബരിമലയിലെ ദർശനം പോലെ അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ് വിശ്വാസം. എന്റെ ക്ഷേത്ര ഉൽപ്പത്തി എന്ന് പറയുന്നത് ഇവിടുത്തെ അയ്യപ്പനെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്ക് ശബരിമല പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഗുരുവിന് സ്വപ്നദർശനം ഉണ്ടാകുകയും താൻ പഠിച്ച കളരിയിൽ തന്നെ ക്ഷേത്രം പണിതാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പ്ലാനും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും. ഇതിനെ പണിയുന്നതിനാവശ്യമായ തടിയും വിഗ്രഹവും കായലിലെ മുഹപ്പ് ആയ സ്ഥലത്ത് വരുമെന്ന് കണ്ടുവരും. അങ്ങനെ രാവിലെ ഗുരു വന്ന് കളരിയിൽ നോക്കുമ്പോൾ
പൂത്തറയുടെ ഭാഗത്ത് ഇപ്പം നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്ലാനെല്ലാം വരച്ചിരുന്നു. അതേപോലെ കിഴക്ക് ഭാഗത്തുള്ളവർ ഇങ്ങനൊരു തടിയും വിഗ്രഹവും ഒഴുകി വന്നിട്ടുണ്ട്. അതിലൊരു കൊക്ക് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ നടുക്കായലിലോട്ട് പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് കളരിയിൽ തന്നെ ആ ക്ഷേത്രം പണിയുകയും ചെയ്തു. ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമിയേ ശരണം ശരണമയ്യപ്പ 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 സ്വാമിയേ ശരണം ശരണമയ്യപ്പ സ്വാമിയേ ശരണം ശരണമയ്യപ്പ. അയ്യപ്പന്റെയും അദ്ദേഹത്തിന്റെ ഐതിഹ്യത്തോളം പഴക്കമുണ്ട് ചീരപ്പഞ്ചിറ കുടുംബത്തിനും അവരുടെ കളരിക്കും ഈ ക്ഷേത്രത്തിനും. ഈ പുരാതന കളരിയിൽ അയ്യപ്പൻ ആയോധന കലകൾ പഠിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. അതിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു. അയ്യപ്പ ഭഗവാന്റെ കാലത്തെ ആയോധന കല അഭ്യസിച്ചിരുന്ന പ്രശസ്ത കളരി വക്താക്കളായ ചീരപ്പഞ്ചിറ കുടുംബം കരപ്പുറം പ്രദേശത്തെ ആളുകളെ മാത്രമേ ഈ കളരി വിദ്യ അഭ്യസിപ്പിച്ചിരുന്നുള്ളൂ. പന്തളം രാജ്യത്തിന്റെ അന്നത്തെ കിരീടാവകാശിയായ അയ്യപ്പൻ കളരിപ്പയറ്റ് പഠിക്കുവാൻ ഗുരുവായ മൂപ്പനെ സമീപിച്ചു. ഈ വിദ്യയിൽ പ്രാവീണ്യം നേടിയ അയ്യപ്പൻ രാജ്യത്തിനെതിരായ പെട്ടെന്നുള്ള അക്രമം കേട്ട് പന്തളത്തേക്ക് ചെന്ന ചീരപ്പഞ്ചിറയിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷനായി. പോകുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ രാജകീയ വസ്തുക്കൾ ഗുരുവിന് വെളിപ്പെടുത്താൻ ഉപേക്ഷിച്ചു. അയ്യപ്പൻ കളരി അഭ്യസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന കളരിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാളും ചീരപ്പഞ്ചിറ തറവാട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ചീരപ്പഞ്ചിറയിലെ അദ്ദേഹത്തിന്റെ വാസസ്ഥലം ഇന്നും സ്വാമിമറ്റം എന്ന പേരിലാണ് പരിപാലിക്കപ്പെടുന്നത്. ഇതാണ് ചീരപ്പഞ്ചിറ തറവാട്. ശബരിമല അയ്യപ്പൻ കളരിപ്പയറ്റ് പഠിക്കാൻ വന്നപ്പോൾ താമസിച്ചിരുന്ന വീടാണ്. അത് അയ്യപ്പന്റെ ഗുരുനാഥന്റെ വീടാണ്. അതുകൂടാതെ തന്നെ മാളിയപ്പുറത്തമ്മ ജനിച്ച വീടാണ്. അയ്യപ്പന്റെ ഗുരുനാഥന്റെ മകളായിരുന്നു മാളിയപ്പുറത്തമ്മ. അതുപോലെ അയ്യപ്പന് 3 ഗുരുക്കന്മാരായിരുന്നു. ചീരൻ, അപ്പൻ, രപ്പൻ. അതാണ് നമ്മളുടെ ഈ വീട്ടുപേര് ചീരപ്പൻ ചിറ എന്നുള്ള വെച്ചാൽ ചീരൻ, അപ്പൻ, രപ്പൻ. അയ്യപ്പൻ 3 ഗുരുക്കന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരു ആയുർവേദം, ഒരാൾ മന്ത്രതന്ത്ര വിദ്യകൾ, വേറൊരാൾ കളരി. അങ്ങനെ 3 ഗുരുക്കന്മാരായിരുന്നു. അതിൽ കളരി ഗുരുക്കളുടെ മകളാണ് മാളിയപ്പുറത്തമ്മ. വെച്ചാൽ മാളിയപ്പുറത്തമ്മയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ലളിതാംബിക. നമുക്കിവിടെ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന അരക്കച്ച, അയ്യപ്പൻ്റെ ഉടവാള് എല്ലാം നമ്മൾ അറക്കകത്തിരിപ്പുണ്ട്. വെച്ചാൽ അതെന്ന് പറയുന്നത് അയ്യപ്പൻ ഉദ്ധരനായിട്ടുള്ള യുദ്ധത്തിന് ഗുരുവിൻ്റെ അനുവാദം വാങ്ങിക്കാനും ഗുരുവിൻ്റെ സഹായം അഭ്യർത്ഥിക്കാനും വന്നപ്പോൾ ഗുരു ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് ഇവിടെ കാഴ്ചവെച്ചിട്ട് വെച്ചാൽ പഴയ കാലത്ത് നമ്മൾ ഇപ്പം ഞാൻ വന്നിട്ടൊന്നും എഴുതി വെക്കുകയല്ല. അതിനകത്ത് ഓരോ സിമ്പിളാണ്. ഉടയാട അഴിച്ചു വെച്ചതിന് ഗുരുവിനെ വന്ദിക്കുന്നു, നമ്മൾ മുണ്ടഴിച്ചിടുന്ന പോലെ. ആ വാള് വെച്ചതിന് ആയുധ സഹായം വേണം. അയ്യപ്പൻ്റെ ഒരു കയ്യുറ വെച്ചിരുന്നവരാണ്. ആ കയ്യുറ വെച്ചതെന്ന് വെച്ചാൽ ആൾ സഹായം വേണം. അങ്ങനെ 3 സിമ്പിൾ വെച്ചിട്ടാണ് പോയത്. ഗുരുനാഥൻ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ അത് അയ്യപ്പൻ്റെ ആണെന്നും അയ്യപ്പൻ ഇന്ന് തന്നെ വന്നെന്നും അനുസരിച്ച് ചീരപ്പഞ്ചിറ സൈന്യമായിട്ട് പോയി എരുമേലി വെച്ച് യുദ്ധം ചെയ്ത് ഉദയനെ തോൽപ്പിക്കുന്നതാണ്. അതിനുള്ള ഐതിഹ്യമായിട്ട് അയ്യപ്പൻ വെച്ചിരുന്ന ആ വാളും കച്ചയും നമ്മളുടെ അറക്കകത്തിരിപ്പുണ്ട്. ചീരപ്പഞ്ചിറ പണിക്കർ ഗുരുക്കളും അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളും കടത്തനാടൻ കളരിയിൽ അഗ്രകണ്യരായിരുന്നു. അവരായിരുന്നു അവിടങ്ങളിലെ പല പ്രദേശങ്ങളിലും തീർപ്പ് കൽപ്പിച്ചിരുന്നത്. പന്തളൻ രാജാവ് തന്റെ പുത്രനായ സ്വാമി അയ്യപ്പനെ കളരി അഭ്യസിപ്പിക്കുവാൻ ചീരപ്പഞ്ചിറ തറവാട്ടിലേക്ക് അയച്ചിരുന്നു. ചീരപ്പഞ്ചിറ തറവാട്ടിൽ പൂങ്കൊടി എന്നു പേരുള്ള ഒരു യുവതിയാണ് അയ്യപ്പനെ ഉറുമി അഭ്യസിപ്പിച്ചത്. ചീരപ്പഞ്ചിറ പണിക്കരുടെ മകളായിരുന്നു പൂങ്കൊടി. പൂങ്കൊടിക്ക് അയ്യപ്പനോട് സ്നേഹം തോന്നുകയും പക്ഷേ ബ്രഹ്മചാരിയായിരുന്ന ശ്രീ അയ്യപ്പൻ അത് നിരസിക്കുകയും ചെയ്തു. പിന്നീട് അയ്യപ്പൻ തന്റെ രാജ്യം ആക്രമിക്കപ്പെട്ടപ്പോൾ രാജ്യരക്ഷാർത്ഥം തന്റെ പന്തളം കൊട്ടാരത്തിലേക്ക് പോകുവാനൊരുങ്ങി. പോകുന്നതിന് മുമ്പ് ശ്രീ അയ്യപ്പൻ തന്റെ ഉടവാളും ആഭരണങ്ങളും ചീരപ്പഞ്ചിറ പണിക്കർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ആ യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് പണിക്കർ കളരിയിൽ ഇല്ലാത്തതിനാൽ ചീരപ്പഞ്ചിറ തറവാട്ടിൽ ഏൽപ്പിച്ചു. പന്തളം കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അയ്യപ്പൻ പൂങ്കൊടിയോട് ഇപ്രകാരം പറഞ്ഞു: തനിക്കായി ശബരിമലയിൽ ഒരു ക്ഷേത്രമുണ്ടാകുമെന്നും അവിടെ കന്നി അയ്യപ്പന്മാർ വരാതെയാകുമ്പോൾ പൂങ്കൊടിയെ കല്യാണം കഴിക്കാമെന്നും. ഈ പൂങ്കൊടിയാണ് മാളികപ്പുറത്തമ്മയായി അറിയപ്പെടുന്നത്. തിരുമുടി മകുടവും തിരുനെറ്റി
നെറ്റിശോഭയും തിരുമാറിലണിയുന്ന മണിമാലയും മന്ദസ്മിത മധുരാധരവും മൃദു പങ്കേരുഹസമയുഗ്മങ്ങളും പങ്കേരുഹസമയുഗ്മങ്ങളും കുണ്ടലം ചാർത്തിയ കർണപുടങ്ങളും ഗണ്ഡയുഗളവും കൈതൊഴുന്നേ. ഈ ചീരപ്പഞ്ചിറ തറവാടിനോട് ചേർന്നാണ് മുക്കാൽവട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അയ്യപ്പൻ ഗുരുക്കളുടെ സ്വപ്നത്തിൽ വരികയും ഇനിയും തന്നെ കാണുവാൻ ശബരിമലയിലേക്ക് വരേണ്ടതില്ലെന്നും ഇന്നേ ദിവസം ഒരു വലിയ മരം പുഴയിലൂടെ ഒഴുകി വരും, അതെടുത്ത് തറവാടിനോട് ചേർന്ന് ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുവാനും നിർദ്ദേശിച്ചു. ഇപ്പോഴും ഈ പൂങ്കൊടിയുടെ ചീരപ്പഞ്ചിറ തറവാട് നിലകൊള്ളുന്നു. അയ്യപ്പന്റെ ദിവ്യത്വം തിരിച്ചറിഞ്ഞതോടെ ഭൂമിയിലെ അദ്ദേഹത്തിന്റെ ഗുരു ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനം ആരംഭിച്ചു. വാർദ്ധക്യത്തിൽ ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനം നടത്തുവാൻ കഴിയാതെ വന്നപ്പോൾ ദുഃഖിതനായ ഗുരുവിന്റെ സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ചീരപ്പഞ്ചിറയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ ഭഗവാൻ ഗുരുവിനോട് നിർദ്ദേശിച്ചു. അവിടെ അദ്ദേഹം വർഷത്തിലെ 3 പാദങ്ങൾ തന്റെ പൂർണ്ണ ശക്തിയോടെ വസിക്കും. 3 പാദങ്ങൾ എന്നാൽ മലയാളത്തിൽ മുക്കാലെന്നാണ്. അതിനാലാണ് മുക്കാൽവട്ടം എന്ന് വിളിക്കപ്പെടുന്നത്. ആപാദചൂടം ആകാര സൗഭഗം ആനന്ദദായകം നിൻരൂപം ആതങ്കമെല്ലാം അകറ്റിയെന്നുള്ളിൽ ആനന്ദ ചിന്മയനായി വസിക്കണം ആനന്ദ ചിന്മയനായി വസിക്കണം. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ ആപത് ബാന്ധവനയ്യനയ്യൻ. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. നീരാഞ്ജനവും ശനിദോഷ നിവരണാർത്ഥം എള്ളുതിരി തെളിയിക്കൽ വഴിപാടുകളും നടത്തുക വഴി ഭക്തജനങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും കൈവരുന്നു. ഈ ക്ഷേത്രത്തിൽ സാധാരണ അയ്യപ്പ ക്ഷേത്രത്തിൽ നടത്തുന്ന ശനിദോഷ നിവാരണത്തിനായിട്ട് എള്ളുകിഴി കത്തിക്കുക, നീരാഞ്ജന ദീപം ഏറ്റുക. ഇവിടെ നീരാഞ്ജന ദീപം വയ്ക്കുമ്പോൾ നാളികേരം ആ നീരാഞ്ജന ദീപം കത്തിത്തീരുന്നവരെ ഭഗവാന്റെ നാമം ജപിച്ച് ഇവിടെ ഇരിക്കുന്നവരെല്ലാം അങ്ങനെ ഇരിക്കുന്നവരാണ്. അതിന് ഇവിടെ ഇരിക്കണമെന്നുള്ള സങ്കല്പമുണ്ട്. അതിൽ ഞങ്ങൾ അകത്ത് കത്തിക്കുമ്പോൾ അതിൽ മൂടുമുറി വീടായിട്ടും മുഖമുറി ആളെ സങ്കല്പിച്ചുമാണ് ഇത്. അപ്പൊ 2 ദുരിതങ്ങളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇരുന്ന് കത്തി ദഹിച്ചു പോകുന്നു എന്നുള്ള ഒരു സങ്കല്പം കൂടെയുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും പ്രാധാന്യ വഴിപാട് അരവണ നേദ്യമാണ്. അരവണയുടെ ഉത്ഭവം ഇവിടെ തന്നെയാണ്. അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. പിന്നെ ദേവിക്കുള്ള വഴിപാടാണ്. എന്നുവെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പരദേവതയായിട്ടിരിക്കുന്ന ഭദ്രയ്ക്ക് ഇവിടെ ഗുരുതി അങ്ങനെയുള്ള ശാക്തീകർമ്മങ്ങളാണ് ഇവിടെ ഉള്ളത്. മരതകം തോൽക്കുന്ന മഞ്ജുളഗാത്രം മനതാരിലെന്നും നിറയണമേ. മനസ്സിലെ മാലിന്യമറ നീങ്ങിടാൻ നീ മഹിതോപദേശം നൽകിയിടണേ. മഹിതോപദേശം നൽകിയിടണേ. 33 ദേവതമാർ വാഴ്ത്തും മുക്കണ്ണൻ തനയാ കൈതൊഴുന്നേ. മുണ്ടപ്പുഴയിൽ വാഴുന്ന മൂർത്തിതൻ മുന്നിലിന്നടിയങ്ങൾ കൈതൊഴുന്നേ. മുന്നിലിന്നടിയങ്ങൾ കൈതൊഴുന്നേ. ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമിയേ ശരണം. ശരണമയ്യപ്പ 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 സ്വാമിയേ ശരണം. ശരണമയ്യപ്പ സ്വാമിയേ ശരണം. ശരണമയ്യപ്പ സ്വാമിയേ ശരണം. ശരണമയ്യപ്പ.